ഹലോ, മാമൻ മോമിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ അടുക്കള അല്ല, എല്ലാവരുടെയും അടുക്കള വീടിൻ്റെ ഹൃദയഭാഗം തന്നെ എന്ന് പറയാം. രാവിലെ ആദ്യമായി വെളിച്ചം ഏറ്റുവാങ്ങുന്ന ഇടം. അടുക്കളയിൽ സൃഷ്ടിയും ചിന്തയും ഒരേപോലെ നടക്കുകയാണ്. അടുപ്പിൻ്റെ ചൂടിലും കറികളുടെ വാസനകൾക്കിടയിലും ഒരുപാട് ചിന്തകൾ രൂപപ്പെടുന്നുണ്ടല്ലേ. കറികൾക്കൊപ്പം മനസ്സിൽ ഒഴുകിയെത്തുന്ന ചിന്തകൾക്ക് അതിമനോഹരമായ ഗന്ധമാണുള്ളത്. ഓരോ കറികളിലും പല മുഖങ്ങളും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പാചകം എന്നത് എൻ്റെ ഒരു ദിനചര്യ മാത്രമല്ല, ശാന്തമായ ഒരു പ്രാർത്ഥന കൂടിയാണ് എല്ലാവരുടെയും. ശരീരത്തിൻ്റെ വിശപ്പ് ശരീരപോഷണത്തിന് വേണ്ടിയാണെങ്കിലോ മനസ്സിൻ്റെ ഭക്ഷണമാണ് വായന. ഇന്നിത് പറയാൻ കാരണമുണ്ട്. മലയാളികളെ വായിക്കാൻ പഠിപ്പിച്ച PN പണിക്കരെന്ന മഹാൻ്റെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ 80-ാം വാർഷികവും 30ാമത് ദേശീയ വായനാ ദിനവും ഒരു സാംസ്കാരിക ഉത്സവമായി ഇന്ന് കണ്ണൂരിൽ കോളേജ് ഓഫ് കോമേഴ്സ് നടക്കുകയാണ്. ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, അതായത് 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒരു സാംസ്കാരിക ഉത്സവമായി മാറിയിരിക്കുകയാണിത്. ഇതൊരു എവർഗ്രീൻ സന്ദേശം മാത്രമല്ല, കാരണം വായന ഒരു ശീലമല്ല, അതൊരു ജീവിത ശൈലി കൂടിയാണ്. കുഞ്ഞുണ്ണി മാഷ് എന്താ പറഞ്ഞെന്നറിയില്ലേ? വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. എന്നാലോ വായിച്ചു വളരുന്നവൻ വളരും, വായിക്കാതെ വളരുന്നവനോ വളയും. മഹാനായ കാർലൈൻ പറഞ്ഞതോ നല്ലൊരു ഗ്രന്ഥശാല സർവകലാശാലയ്ക്ക് തുല്യമാണെന്നാണ്. വടിയെടുക്കാതെയും കണ്ണുരുട്ടാതെയും പഠിപ്പിക്കുന്ന മാതൃകാ അധ്യാപകൻ. ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കുകയും ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്ന രീതി ആദ്യമായി ഉണ്ടായത് ഗ്രീസിലാണെന്ന് വായിച്ചു തോർക്കുന്നു. അരിസ്റ്റോട്ടിൽ ഏതൻസിൽ സ്ഥാപിച്ച ഗ്രന്ഥശാലയും അലക്സാൻഡ്രിയയിലെ ഗ്രന്ഥശാലയുമായിരുന്നു പോലും ഏറ്റവും പ്രാചീനം. ഭാരതത്തിലും വലിയ ഗ്രന്ഥശാല ഉണ്ടായിരുന്നു. നളന്ദ, തക്ഷശില, പാടലീപുത്ര ഇവിടങ്ങളിലെ വായനശാലയും പ്രസിദ്ധമായിരുന്നില്ലേ? കടലാസിനേക്കാൾ അച്ചടിയേക്കാൾ പഴക്കം ഗ്രന്ഥശാലകൾക്കുണ്ട്, അത് ചെയ്യിക്കണ്ട. തോൽ ചുരുളുകളിലെയും പാപ്രസ് ചുരുളുകളിലെയും ലിഖിതങ്ങൾ അടങ്ങുന്നതായിരുന്നു ആദിമ ഗ്രന്ഥശാല. കോളേജിൽ ഇന്ന് നടന്ന പരിപാടിയിൽ PN പണിക്കർ ഫൗണ്ടേഷൻ്റെ വൈസ് ചെയർമാനും അദ്ദേഹത്തിൻ്റെ മകനുമായ ശ്രീ N ബാലഗോപാൽ തൻ്റെ പ്രസംഗമധ്യേ ഇങ്ങനെ പറഞ്ഞു: എന്നും രാത്രി കുടുംബം ഒന്നിച്ചിരുന്ന് പത്രപാരായണം നടത്തുമായിരുന്നു പോലും. അതൊരു ശീലമായിരുന്നു. അങ്ങനെ കുടുംബത്തെയാണ് ആദ്യം വായനയുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. പിന്നീട് കോട്ടയം നീലംപേരൂർ ദേവീക്ഷേത്രത്തിൻ്റെ ആൽച്ചോട്ടിൻ്റെ മുമ്പിലിരുന്ന് 8ാം ക്ലാസ് മുതൽ പേപ്പർ വായിക്കുമായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി. അങ്ങനെ വായന തുടങ്ങി. ആ വായനാക്കൂട്ടം വിപുലീകരിച്ച് അവിടെ സനാതന ഗ്രന്ഥശാലയായി മാറുകയാണ് ചെയ്തത്. അറിവ് സമ്പാദിക്കാനുള്ള ഏറ്റവും ലളിതവും ഫലപ്രദവുമായ മാർഗമാണ് പുസ്തക വായന തന്നെയാണ്. തലമുറകൾ ആർജിച്ചു വച്ച അറിവിൻ്റെ വൻ കരുതൽ ശേഖരങ്ങളാണ് പുസ്തകങ്ങൾ. അവ ഭൂതകാലത്തെക്കുറിച്ചുള്ള ഒരു തരുക മാത്രമല്ല, ഭാവിയിലേക്ക് വിരൽ ചൂണ്ടിക്കാണിച്ച് ജീവിതം സഫലമാക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. ഒരറിവും പകർന്നു നൽകാത്തതായി ഒരു പുസ്തകവുമില്ലെന്നാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് മാഷ് തൻ്റെ വായനയുടെ ഉപനിഷത്ത് എന്ന ലേഖനത്തിൽ പറയുന്നത്. പുസ്തകം വളർത്തിയ ഒരുപാട് മഹാന്മാർ ഈ ലോകത്തിലുണ്ട്. മാതൃകയായി നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. വിദ്യാഭ്യാസം തീരെ ലഭിക്കാത്ത ഒരുപാട് പേർ വായന കൊണ്ട് മാത്രം വളർന്നിട്ടുണ്ട്. കേരള ചരിത്രത്തിൽ അത്തരത്തിലുള്ള ഒരാളാണ് VT ഭട്ടതിരിപ്പാട്. ലോക ചരിത്രത്തിലാകട്ടെ എബ്രഹാം ലിങ്കൺ, മാർട്ടിൻ ലൂതർ കിങ്, ഗാന്ധിജി തുടങ്ങിയ ഒട്ടനവധി പേരുണ്ട്. മിക്കവാറും മഹാത്മാക്കളുടെ ജീവിതം പരിശോധിച്ചാൽ അവരെല്ലാം നല്ല വായനക്കാരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗ്രന്ഥപാരായണത്തോടൊപ്പം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും വായിക്കണം. അപ്പോൾ നമുക്ക് ചുറ്റും ലോകം എങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്നും നമുക്ക് ബോധ്യപ്പെടും. വായനയോളം വലിയ ഗുരുവില്ല, വായിച്ചു വളരുക എന്ന് തന്നെയാവട്ടെ നമ്മുടെ സന്ദേശവും. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എന്താണ് കമൻസ് ഞാൻ പറയുന്നത് വ്യത്യസ്തമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് രേഖപ്പെടുത്തണം. പിന്നെ ഇതുവരെ ബെല്ലൈക്കണമെന്ന് അമർത്താത്തവർ അതോടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്കിതിവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.